അധികാരമില്ലാതെ തുടരാനാകില്ല എന്നതിനാലാണ് മുസ്ലിം ലീഗ് മുന്നണി മാറ്റത്തിനായി തന്ത്രങ്ങൾ മെനയുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു. ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ 3ാം വാർഷിക സമ്മേളനം ചേർത്തല യൂണിയൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ഭരണത്തണലിൽ കടന്നുകയറാനാണ് ലീഗിന്റെ ശ്രമം. നിലവിലെ സർക്കാരിന് തുടർഭരണ സാധ്യത നിലനിൽക്കെ പുതിയ പാർട്ടികളെ മുന്നണിയിലേക്ക് എടുക്കുന്നത് വോട്ട് ചെയ്ത് ഭരണത്തിലെത്തിയ ജനങ്ങളിൽ വലിയ അമർഷമുണ്ടാക്കും. രാഷ്ട്രീയത്തിൽ ആദർശത്തിനല്ല അവസരവാദത്തിനാണ് സ്ഥാനമെന്നതിന്റെ തെളിവാണ് ലീഗിന്റെ ഇപ്പോഴത്തെ നീക്കത്തിൽ കാണുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ PR ജയചന്ദ്രൻ അധ്യക്ഷനായി. യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർ PK പ്രസന്നൻ സംഘടനാ സന്ദേശം നൽകി. യോഗം കൗൺസിലർ CM ബാബു തെരഞ്ഞെടുപ്പിന് നേതൃത്വവും വഹിച്ചു. ഇതെല്ലാം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാര്യമുള്ളൂ. എന്നും ഏതൊരു വിമർശിക്കാനും കുറ്റം പറയാനും ഒരു കർമ്മവും ചെയ്യാത്ത സമുദായത്തിലെ ചില കുലബുദ്ധികൾ പണ്ടുകൊണ്ടിരുന്നു. അവർ ഞാൻ മഹാനായ ആർഷങ്ങൾ അദ്ദേഹത്തിന് ആഗ്രഹത്തിൽ പറഞ്ഞു, ഹൃദയപ്പെട്ട് മരിച്ചു എന്ന് പറയുന്നു. ഇതെല്ലാം കാരണത്താണ് അതിന് കേസ് കൊടുത്തു. അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനം കയറാൻ പാടില്ല എന്ന് വിധി വാങ്ങിച്ചത് അത് നമ്മുടെ സമുദായത്തിൽ വിമാനാശ ഞാൻ വരെ പരിശോധിച്ച് നോക്കിയാൽ പോയവരാരും കള്ളായ വിളിച്ച് അല്ലാതെ വന്നിട്ടുള്ളവരാരും ശങ്കരനെ കള്ളാന്ന് വെച്ചു. ശങ്കരനെ മാത്രം പ്രത്യേകിച്ച് രാഷ്ട്രീയമായി അദ്ദേഹത്തെ ആലോചിച്ചുകൊണ്ട് നടത്തിയത്തേക്ക് നടക്കും. അതേപോലെ കോൺഗ്രസ് വിളിക്കുമ്പോൾ തന്നെ ആളാവശ്യമുണ്ട് ആശയപ്പെടുന്നതെല്ലാം ഒരു നിലയോടെ നോക്കുവാക്കൊക്കെ സ്വർണ്ണം കൊടുക്കുന്ന ബോധത്തിൽ നിന്ന് പെൻസിലോട് പ്രാപ്തി ഓർമ്മിക്കുന്ന എടുത്തുന്നതിൻ്റെ പേരിൽ ഓടി കാണിച്ചു കൊടുക്കുന്നില്ല. അല്ലാതെ 34,000 രൂപയാണ് എന്നതാണ്. 60 ഏക്കർ നിലം നിരത്തിയിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ചീത്ത മാത്രം പറഞ്ഞുകൊണ്ട് സ്വസമുദായം ഒരുപോലെ ശ്രമിച്ചില്ല. ഭരണത്തിൽ നിന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തുടരാൻ വെച്ചു. യാതൊരു ഇതാണ് പോയിട്ടുള്ളത്. യാതൊരു പേരിൽ എന്ത് കീഴട ഉയർന്നു വന്നിട്ടുണ്ടോ അവരെ തകർക്കുവാൻ നമ്മളിൽപ്പെട്ട